إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി ലോകം റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ നമ്മൾ റമദാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും സമ്പൂർണമായും കരസ്ഥമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് ഭൗതികമായ കാര്യങ്ങളാണ് എങ്കിലും, അതല്ല ആരാധന അനുഷ്ഠാന കർമ്മങ്ങളാണ് എങ്കിലും ശരി, കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് മുന്നോടിയായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാം ഒരു യാത്ര ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ആ യാത്രക്ക് മുന്നോടിയായി പല വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഒന്ന്, പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകും, എവിടേക്കാണ് പോകേണ്ടത് എന്ന്. ഒരുപാട് ഓപ്ഷനുകൾ നിലനിൽക്കെ അതിൽ ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത്, എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകും. രണ്ടാമതായി, പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത്, എന്തൊക്കെയാണ് കാണേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാകും. യാത്രയ്ക്കെടുക്കുന്ന സമയത്തെക്കുറിച്ചും യാത്രയുടെ ദൂരത്തെക്കുറിച്ചുമൊക്കെ, അതിൽ ഓരോ സ്ഥലത്തും ചിലവഴിക്കേണ്ടുന്ന സമയത്തെക്കുറിച്ചും കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ നമ്മളിൽ ഉണ്ടാകും. താമസം എങ്ങനെയായിരിക്കണം,
ഭക്ഷണം എന്തായിരിക്കണം, അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദമായ ഒരു പഠനം. അതിൽ തന്നെ ഈ യാത്രയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഇളവുകൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക, ഇങ്ങനെ കൃത്യമായ ഒരു പഠനം ഭൗതികമായി നാം നടത്തുന്ന ഒരു യാത്രയെക്കുറിച്ച് അതിൻ്റെ മുന്നോടിയായി നടത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുക. ഇങ്ങനെ ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് ഏതൊരു കാര്യത്തെയും നമ്മൾ സമീപിക്കുന്നത് എങ്കിൽ വിജയകരമായി അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിലും അനുഷ്ഠാന കർമ്മങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഈ രൂപത്തിൽ കൃത്യമായ ഒരു മുന്നൊരുക്കം അനിവാര്യമാണ്. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമസ്കാരത്തിന് സമയമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം, ബാങ്ക് വിളിക്കണം, ഇക്കാമത്ത് കൊടുക്കണം, അതോടൊപ്പം തന്നെ വുളൂ ചെയ്തതിന് ശേഷം വൃത്തിയുള്ള ഒരു സ്ഥലം നമസ്കാരത്തിനായി തിരഞ്ഞെടുക്കണം, ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒരു ആരാധനാ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി തന്നെയും കൃത്യമായ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും റമളാൻ മാസം കഴിയുമ്പോഴേക്ക് ചിലർക്കെങ്കിലും തോന്നാറുള്ള, ചിലരുടെയെങ്കിലും മനസ്സിനെ പിടിച്ച് ഉലക്കാറുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് റമളാനിലെ ദിനരാത്രങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനെ ഉപകാരപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ രൂപത്തിലുള്ള ഒരു നഷ്ടബോധം പലപ്പോഴും പലരുടെയും ഉള്ളിൽ പറയാതെ പറഞ്ഞോ അല്ലെങ്കിൽ അടുപ്പമുള്ളവരോട് ഷെയർ ചെയ്തിട്ടോ ഒക്കെയും മനസ്സിൽ അങ്കുരിക്കാറുള്ള ഒരു നഷ്ടബോധമാണ്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഈ റമളാനിലെങ്കിലും അത് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ റമളാനിനെ കുറിച്ചുള്ള കൃത്യമായ പഠനവും നല്ല ഒരു ആസൂത്രണത്തോടും കൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യമായി നാം ഉറപ്പുവരുത്തേണ്ടുന്നത്, ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ എനിക്ക് ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയാണ് എങ്കിൽ ഇതിനെ ഞാൻ കൃത്യമായും പരിപൂർണമായും ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന ഒരു ദൃഢനിശ്ചയം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു ദൃഢനിശ്ചയമാണ് പിന്നീട് അങ്ങോട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം കരഗതമാക്കാനും അതിൽ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് മോചനം നേടിയെടുക്കാനും സാധിക്കും വിധത്തിൽ ഈ റമളാനിനെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന ഒരു ദൃഢനിശ്ചയം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ ഞങ്ങളിൽ ഉത്തമരായ ആളുകൾ ആരാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാരായ ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി മൻ ത്വാല ഉംറഹു വഹസുന അമലഹു എന്നാണ്. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുക്കുകയും എന്നിട്ട് ആ ആയുസ്സിൽ അവൻ്റെ കർമ്മങ്ങളെ ഏറ്റവും ഉത്തമമാക്കുവാനും ആർക്ക് സാധിച്ചോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായ മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളതിനെ റമളാനിലേക്കൊന്ന് ചേർത്ത് വായിച്ചാൽ, റമളാനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അവസരം നൽകി ആ റമളാനിനെ ഉത്തമമായി ഉപയോഗപ്പെടുത്താൻ ആർക്കാണോ സാധിച്ചത് അവനാണ് ഖൈറുന്നാസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ വീണ്ടും ചോദിച്ചു, ഫഅയ്യുന്നാസി ശർർ യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷെറായിട്ടുള്ള മനുഷ്യൻ, മോശപ്പെട്ടവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ത്വാല ഉംറഹു വസാഅ അമലഹു എന്നാണ്. അവന് ആയുർദൈർഘ്യം റബ്ബ് നൽകുകയും എന്നാൽ ആ
ആയുസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയുകയും അവൻ്റെ പ്രവർത്തനങ്ങൾ മോശമാക്കുകയും ചെയ്തവൻ ആരുണ്ടോ അവനാണ് ഷെറുന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി നമുക്ക് കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അതിന് തൗഫീക്ക് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനസ്സോടുകൂടി വേണം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യേണ്ടുന്നത്. രണ്ടാമതായി നാം നടത്തേണ്ടുന്നത് റമളാൻ മാസത്തെക്കുറിച്ചുള്ള നാം ചെല്ലുന്ന, നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന പോലെ വരാനിരിക്കുന്ന അവസരമാകുന്ന റമളാനിനെ കുറിച്ചുള്ള ആ പഠനമാണ് നടത്തേണ്ടുന്നത്. എന്തൊക്കെ അവസരങ്ങളാണ് എനിക്ക് അവിടെ ഉള്ളത് എന്ന്. റമള എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുൻകഴിഞ്ഞു പോയിട്ടുള്ള തിന്മകളെ, പാപങ്ങളെ, തെറ്റുകളെ എല്ലാം ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും കരിച്ചു കളഞ്ഞു നന്മയുള്ള മനസ്സിൻ്റെ, സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി നന്മയുടെ വിളനിലമായ മനസ്സുകളുടെ ഉടമകളായി ജീവിക്കുവാനും അങ്ങനെ ഒരു മനസ്സ് നേടിയെടുക്കുവാനും റമളാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ എന്ന് നമുക്കറിയാം. വിശദമായി അതിനെക്കുറിച്ച് പറയേണ്ടുന്നതും നാം പഠിക്കേണ്ടുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ആകാം എന്ന് വിചാരിക്കുന്നു. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചാണ്. എല്ലാവർക്കും അനുകൂലമായ കാലാവസ്ഥയാണോ എന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. ഉദ്ദേശിച്ചത് റമളാൻ മാസം വരുന്നത് ചൂടുകാലത്താണോ, തണുപ്പ് കാലത്താണോ, മഴക്കാലത്താണോ എന്നുള്ളതല്ല. നമുക്കറിയാം ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാം റമളാൻ നല്ല ചൂടുള്ള സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഉദ്ദേശം അതല്ല. നമുക്ക് അനുകൂലമായ സാഹചര്യമാണോ, കാലാവസ്ഥയാണോ റമളാനിൽ ഉള്ളത് എന്നാണ് ആലോചിക്കേണ്ടുന്നത്. റമളാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമായിട്ടാണ് എങ്കിൽ നമ്മളെ വിമലീകരിക്കുകയും മലീമസമുക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് അനുഗുണമായ കാലാവസ്ഥയാണോ റമളാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇദാ ദഖല ശഹ്റു റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന. റമളാൻ മാസമായി കഴിഞ്ഞാൽ സ്വർഗ്ഗ കവാടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും വഉല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും വസുൽസിലത്തി ഷയാത്വീൻ, പിശാചുക്കളെയെല്ലാം ചങ്ങലയിൽ ബന്ധനസ്ഥരാക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും തിന്മയിൽ നിന്ന് പ്രേരിപ്പിക്കുന്നവരെ ചങ്ങലക്കിടുകയും ചെയ്യുന്ന ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് റമളാനിൽ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യമാകും. പിന്നെ നാം ആലോചിക്കുന്നത് ഈ യാത്രയിൽ എന്താണ് കൂടെ കരുതേണ്ടത് എന്നാണ്. റമളാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ എന്ത് വിഭവമാണ്, എന്ത് ഭക്ഷണമാണ് കൂടെ കരുതേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാദാ ഷഹ്റു സുബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. വസവാബുഹു അൽ ജന്ന, ഈ മാസത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും കഴിയുന്നവനാരോ അവന് പ്രതിഫലമായി റബ്ബ് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റമളാനിനെ കുറിച്ച് കൃത്യമായി ഒരു പഠനം നടത്തി അതിൻ്റെ ഫലമായി കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് ഒരു ആസൂത്രണം നടത്തി കൃത്യമായി റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ, ആ റമളാനിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ, അതിലെ സൽക്കർമ്മങ്ങളെ, അതിലെ ആരാധനാ കർമ്മങ്ങളെ ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ, നല്ല നീയത്തോടുകൂടി സമീപിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു കരുതൽ ധനം, സൽക്കർമ്മങ്ങളുടെ വലിയ ഒരു കരുതൽ ധനം റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ അക്കൗണ്ടിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ്. വലിയൊരു ശേഖരം തന്നെ, നന്മകളുടെ ഒരു ശേഖരം നമ്മുടേതായി സ്വന്തമാക്കാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കും. അതിന് നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ നല്ലൊരു കരുതൽ ധനം നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാകുമ്പോഴാണ് പലപ്പോഴും സ്വത്ത് സമ്പാദിക്കുന്ന ആളുകൾ ധനത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ
സ്വത്ത് സമ്പാദിക്കുന്ന ആളുകൾ, എന്നാൽ അവൻ അറിയാതെ തന്നെ അത് പല വിധത്തിൽ പല ആളുകൾ അത് ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള റമദാനിലെ നന്മകൾക്ക് നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അവസ്ഥകൾ രണ്ടെണ്ണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് നന്മകളെല്ലാം ശേഖരിച്ച് നാളെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നേരിടാനിരിക്കുന്ന അവസ്ഥകൾ രണ്ടെണ്ണമാണ്. അതിൽ ഒന്ന്, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 40-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വ ഇൻ തകു ഹസന യുളാഇഫുഹാ. അള്ളാഹു ഒരിക്കലും ഒരാളോടും ഒരു അണുമണി തൂക്കം അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. നിങ്ങൾ ഒരു അണുത്തൂക്കം നന്മയാണ് ചെയ്തത് എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയും അതിനെ ഇരട്ടിക്കിരട്ടി പ്രതിഫലമായിക്കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അതിന് ആ നമ്മൾ കൊണ്ടുപോകുന്ന നന്മകൾക്ക് നേരിടാനിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അദീമ. അള്ളാഹു മഹത്തായ പ്രതിഫലം അതിലൂടെ അവന് നൽകുകയും നമുക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുപോകുന്ന നന്മകളുടെ കരുതൽ ധനത്തിന് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് നേരിടാനിരിക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് എങ്കിൽ അവരെക്കുറിച്ചാണ് പറഞ്ഞത്, വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ. അത്തരം ആളുകളുടെ മുഖം അന്നേ ദിവസം തൃപ്തിപ്പെട്ടതായിരിക്കും, അവർ സന്തോഷത്തിലായിരിക്കും. ലിസഈഹാ റാദിയ, ഈ ഇഹലോകത്ത് അവൻ പരിശ്രമിച്ചതിൻ്റെ ഫലം അവിടെ നാളെ കിട്ടിയല്ലോ എന്ന കാര്യം ആലോചിക്കുമ്പോൾ അവൻ അങ്ങേയറ്റം തൃപ്തിയുള്ളവനുമായിരിക്കും, റാളിയായിരിക്കും അവൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നാൽ രണ്ടാമതൊരു ഒരു അവസ്ഥ കൂടി നമുക്ക് അവിടെ നേരിടാനുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ വചനം, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. റബ്ബ് നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളിലേക്ക് കടന്നു പിടിക്കുകയും ആ കർമ്മങ്ങളെയെല്ലാം പൊടിച്ച് തരിപ്പണമാക്കി ധൂളികളാക്കി പറത്തിക്കളയുകയും അഥവാ നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവാനുണ്ട് നാളെ പരലോകത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രണ്ട് അവസ്ഥകളും നാളെ പരലോകത്ത് നമുക്ക് നേരിടേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി വേണം ഇഹലോകത്ത് കർമ്മം ചെയ്യാൻ. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം കൂടി നടത്തേണ്ടതുണ്ട്. ഇതാണ് അവസ്ഥയെങ്കിൽ അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വവുജൂഹു യൗമഇദിൻ ഖാശിയ. അവർ നാളെ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് മുഖങ്ങളെല്ലാം ഭയത്താൽ വിറകൊള്ളുന്നവരായിരിക്കും. ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രവർത്തനം ചെയ്യുകയും പണിയെടുക്കുകയും അതുകൊണ്ട് തന്നെ പരിക്ഷീണിതരായിക്കൊണ്ടായിരിക്കും അവർ നാളെ പരലോകത്തുണ്ടാവുക. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കർമ്മങ്ങളെ എടുത്ത് അതിനെ നിഷ്ഫലമാക്കി ധൂളികളാക്കി പറത്തിക്കളയും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത് ഇതിൽ ഏത് അവസ്ഥ ഉണ്ടാകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്തായാലും ഉറപ്പാണ് രണ്ടാമത് പറഞ്ഞ അവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് നാളെ പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ ആരാണ് ആഗ്രഹിക്കുക? നേരെ മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായി റബ്ബ് നാളെ പ്രതിഫലം നൽകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ, അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, ഈ റമദാൻ നമുക്ക് അങ്ങനെ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ റമദാനിലെ നോമ്പും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അതിൽ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും കാണിക്കാതെ ഇരട്ടിയായി നമുക്ക് പ്രതിഫലം നൽകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് സംശുദ്ധമായ മനസ്സോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്, വനഫ്സിൻ വമാ സവ്വാഹ. ഈ മനസ്സുണ്ടല്ലോ, അതിനെ സംവിധാനിച്ചവൻ തന്നെയാണ് സത്യം, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ മനസ്സുകളിൽ അധാർമികതയും അതുപോലെ തന്നെ നന്മയും നിങ്ങൾക്ക് തോന്നിച്ചു തരുന്നതാണ്.
സൂക്ഷ്മതയും അധാർമികതയും ആ മനസ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തോന്നിപ്പിച്ചു തരുന്നതാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിനെ സംസ്കരിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് വിജയം നേടാൻ കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വഖദ് ഖാബ മൻ ദസ്സാഹ, എന്നാൽ ആ മനസ്സിനെ മലീമസമാക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവനെ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സംശുദ്ധമായ മനസ്സുകളോടുകൂടി പ്രവേശിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, ഒരാളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ മനസ്സിൻ്റെ ഉടമകളായി റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ റമദാൻ ഗുണപ്പെടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ മനസ്സുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി കൊടുക്കുകയും അവരുടെ മനസ്സുകളെ അലങ്കരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് ഒരാളോട് ഒരു വിദ്വേഷം, വെറുപ്പ്, ഒരു അസഹിഷ്ണുത ഒരാൾക്കും ഉണ്ടാവില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മനസ്സിൻ്റെ ഉടമകളായിരിക്കും. ആ ഒരു മനസ്സോടുകൂടി റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. അതുമാത്രമല്ല വകറഹ ഇലൈക്കും അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ദൈവനിഷേധവും അധാർമികതയും സത്യനിഷേധവും എല്ലാം അവർക്ക് വെറുപ്പുളവാക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാക്കി സത്യവിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകൾക്കാണ് നാളെ പരലോകത്ത് വിജയം ലഭിക്കുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരുമായി മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ 3 തവണയാണ് ആവർത്തിച്ചത്, ഇനി ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന്. ഈ 3 തവണയും ആവർത്തിച്ച് ആ പള്ളിയിലേക്ക് കടന്നു വന്നത്, വുളൂ ചെയ്ത് നനഞ്ഞ താടിരോമങ്ങളോടുകൂടി കടന്നു വന്നത് അൻസ്വാരിയായ സഹാബിയാണ്. നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. എന്തുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിന് അവകാശിയായി എന്ന അന്വേഷണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് 3 ദിവസം അതിഥിയായി അദ്ദേഹത്തോടൊപ്പം താമസിച്ച അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പതിവിന് വിപരീതമായി തങ്ങൾ ചെയ്യുന്നതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിൽ കർമ്മങ്ങളിൽ കാണാതെ, അനുഷ്ഠാനങ്ങളിൽ കാണാതെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം, ഇത്രയൊക്കെ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്താറുണ്ട്, ഞാൻ എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്ന സമയത്ത് ലോകത്ത് ഒരു മനുഷ്യനോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സോടുകൂടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് സാധിക്കാറുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും സ്വർഗത്തിന് അവകാശിയായി തീരാൻ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കാൻ കാരണം എന്ന് ആ സ്വഹാബി പഠിപ്പിക്കുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അതാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അതാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. നമ്മളും മനസ്സിലാക്കേണ്ടുന്നത് അതാണ്. നമ്മുടെ സൽക്കർമ്മങ്ങളോടൊപ്പം തന്നെ അതിനെയെല്ലാം നശിപ്പിച്ചു കളയുന്ന മനസ്സിലെ അസൂയ, പക, വിദ്വേഷം ഇവയെ മാറ്റിവെക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും, തുഅറദുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ കർമ്മങ്ങളെല്ലാം റബ്ബിൻ്റെ അടുക്കൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് യൗമുൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിനത്തിൻ്റെ പ്രത്യേകത വിശദീകരിച്ച ഹദീസുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ആ സമയം ഫയഗ്ഫിറു ലികുല്ലി മുസ്ലിമിൻ ലാ യുശ്രികു ബില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത യഥാർത്ഥ മുസ്ലിമുകൾക്ക് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇല്ല റജുലൻ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ല റജുലൻ, ഒരുത്തനൊഴികെ, ഒരു മനുഷ്യനൊഴികെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത യഥാർത്ഥ മുസ്ലിമുകൾക്ക് അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്
കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന. അവൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? അവനും അവൻ്റെ സഹോദരനും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ബന്ധങ്ങൾ ചേർത്തിയിട്ടില്ല. കുടുംബ ബന്ധം മുറിച്ചവനാണവൻ. സൗഹൃദ ബന്ധങ്ങൾ തച്ചുടച്ചവനാണവൻ. അതിന് വില കൽപ്പിക്കാത്തവനാണവൻ. തൻ്റെ സഹോദരനോട് അസൂയ വെച്ച് പുലർത്തുന്നവനാണവൻ. അവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സിൻ്റെ ഉടമയാണവൻ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയോ അവന് പാപമോചനം നൽകുകയോ ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തേ മനസ്സിലാക്കേണ്ടുന്നത്? റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഒരുപാട് നന്മകൾ ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി, കൊതിയോടുകൂടിയാണ് റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. അപ്പോഴും വിളക്കി ചേർക്കപ്പെടാത്ത ബന്ധങ്ങൾ നമുക്കിടയിലുണ്ട് എങ്കിൽ റമളാൻ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക? ആ നന്മകൾ എങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക? ബന്ധങ്ങൾ ചേർത്തിട്ടില്ല. കുടുംബ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, സഹപ്രവർത്തകരിൽ ചെറിയ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ മുറിവേൽപ്പിച്ച് ആ ഒരു മുറിവ് വലിയൊരു ആഴത്തിലുള്ള മുറിവായി മാറി അവനോടൊന്നും പറയാതെ, അവനോടൊന്നും സംസാരിക്കാതെ അത്തരത്തിൽ ബന്ധങ്ങൾ എന്നേക്കുമായി മുറിഞ്ഞു പോകുന്ന രൂപത്തിൽ മാറിയിട്ടുണ്ട് എങ്കിൽ ആ ആളുകൾ റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. റബ്ബ് സ്വീകരിക്കില്ല എന്നാ പറഞ്ഞേ. നിങ്ങൾ ബന്ധങ്ങൾ വിളക്കി ചേർക്കണം. ബന്ധങ്ങൾ ചേർത്തതിന് ശേഷം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ളതാണ്. പണ്ടൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും പലരുടെയും പൊരുത്തം വാങ്ങിയിട്ടാണ് പോവുക. സാമ്പത്തികമായ ബാധ്യതകളുണ്ട് എങ്കിൽ അത് കൊടുത്ത് അവൻ്റെ പൊരുത്തം വാങ്ങി, വാക്കിനാൽ മുറിവേൽപ്പിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവനെ കണ്ട് അവനോട് ക്ഷമാപണം നടത്തി അവൻ്റെ പൊരുത്തം വാങ്ങി, അങ്ങനെ ബന്ധങ്ങൾ വിളക്കി ചേർത്താണ് പോവുക. അതിൻ്റെ ഉദ്ദേശം ഒന്ന് എന്ന് പറയുന്നത് ഈ പോകുന്ന യാത്രയും ചെയ്യുന്ന കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇത് വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, റമളാനിൽ നന്മ കൂമ്പാരമായി കൂട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു കരുതൽ ധനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് വിമലീകരിക്കണം. മനസ്സിനെ സംശുദ്ധമാക്കണം. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. അറ്റുപോയ ബന്ധങ്ങളുണ്ട് എങ്കിൽ അത് അവനെ കണ്ട് സലാം പറഞ്ഞ് അവനെ മുസാഫഹത്ത് ചെയ്ത് അതിൽ അവസാനിക്കാത്ത പ്രശ്നങ്ങളൊന്നും ദുനിയാവിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ബന്ധങ്ങളെ വിളക്കി ചേർത്ത് റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാലേ റമളാൻ ഗുണപ്പെടുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ആരാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആരാണ് എങ്കിലും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ രൂപത്തിൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനുള്ള പ്രാർത്ഥനയും ഉണ്ടാവണം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമളാനിൻ്റെ മുന്നൊരുക്കങ്ങളിൽ കുറേയേറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിക്കേണ്ടുന്ന ഒന്ന്, പലപ്പോഴും റമളാനിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ ഒരു ദുസ്വഭാവമുണ്ട്. ലൈലത്തുൽ ഖദർ അടക്കമുള്ള 1000 മാസങ്ങളേക്കാൾ പ്രതിഫലാർഹമായ ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്ന് നമ്മുടെ ഷോപ്പിങ്ങുകളാണ്. പലപ്പോഴും വസ്ത്രം വാങ്ങലും അത് മാറ്റി വാങ്ങലും അതിൻ്റെ അളവ് ക്രമീകരിക്കലും അങ്ങനെ പല വിധത്തിലുള്ള വർക്കുകളും ഒക്കെയായി അവസാനത്തെ 10 നഷ്ടപ്പെടലാണ് സാധാരണഗതിയിൽ. ഇതിപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരാഴ്ചയുണ്ട്.
നമുക്കും നമ്മുടെ മക്കൾക്കും ആവശ്യമായ വസ്ത്രം പുതിയത് വാങ്ങുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിവെച്ചാൽ അത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് അത് തന്നെ അങ്ങ് ചെയ്തു വെക്കണം. അതോടുകൂടി റമദാനിലെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതും ഏറ്റവും വിലപ്പെട്ട ദിനരാത്രങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. മറ്റൊന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അധിക സമയവും അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരുന്ന രൂപത്തിൽ റമദാനുകൾ പലപ്പോഴും മാറിപ്പോവാറുണ്ട്. അതിനും ഒരു ക്രമീകരണം ഉണ്ടാവണം. അടുക്കള എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് അന്യമല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം. 2 ആൾ ചെയ്യേണ്ട പണി 4 ആൾ ചെയ്താൽ 1 മണിക്കൂർ അരമണിക്കൂറായി ചുരുക്കാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ അവർക്ക് കൂടി ഒരുപാട് സമയം ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഖുർആൻ പാരായണത്തിനും പഠനത്തിനും ഒക്കെ സാധ്യമാകും വിധത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ക്രമീകരണം ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ ഉണ്ടാക്കി വെക്കുന്നതും റമദാനിനെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ അത് നമ്മളെ സഹായിക്കും. ആ കാര്യത്തിൽ കൂടി ശ്രദ്ധയുണ്ടാകണം എന്ന് ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിലേറെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് എന്ന് പറയുന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ തൻ്റെ വസ്തുവകകളെ ദാനമായി നൽകുന്നതിനാണ് വഖഫ് എന്ന് പറയാം. അത് മൂവബിളായിട്ടുള്ളതോ ഇമ്മൂവബിളായിട്ടുള്ളതോ ആയ വസ്തുക്കളായിരിക്കാം. അതെല്ലാം റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അത് ആരാധനാ സംബന്ധമായ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനോ എന്നും മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവകാരുണ്യത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടിയോ ഒക്കെ വകമാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കുന്ന സ്വത്തിനെയാണ് വഖഫ് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ആ വഖഫിൻ്റെ നിയന്ത്രണം, അതിൻ്റെ കൈകാര്യകർത്തം ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നവരെയാണ് മുത്തവല്ലി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. അവർ ഒരിക്കലും വഖഫ് സ്വത്തിൻ്റെ ഉടമകളല്ല. അവർക്ക് വഖഫ് സ്വത്ത് ക്രയവിക്രയം ചെയ്യാനോ അത് തരം മാറ്റാനോ അത് വിൽക്കാനോ ഉള്ള അവകാശമില്ല. ഒരു വഖഫ് സ്വത്തും വിൽക്കാനോ തരം മാറ്റാനോ ഉള്ള അവകാശം മുത്തവല്ലി എന്ന് പറയുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ വഖഫിൻ്റെ ആളുകൾക്കോ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും അതിൻ്റെ ഗൗരവം ഒന്നും അറിയാതെ സ്വന്തം ഇഷ്ടത്തിന് വഖഫ് സ്വത്ത് വിൽക്കുന്നവരും അത് ക്രയവിക്രയം ചെയ്യുന്നവരും എല്ലാം നമ്മുടെ ഇടയിലും കണ്ടുവരുന്നുണ്ട്. ഇസ്ലാമികമായി അത് തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതേപോലെയുള്ള മുത്തവല്ലിമാരെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും വഖഫിൻ്റെ മൊത്തത്തിലുള്ള ചുമതല വഹിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുള്ളത്. ആ വഖഫ് ബോർഡുകളെ ഇന്ത്യയിൽ ഏകദേശം 32ഓളം വഖഫ് ബോർഡുകളാണ് ഉള്ളത്. ഇത്തരം വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കാനാണ് കേന്ദ്രത്തിൽ അതിന് പ്രത്യേകമായ ഒരു ബോഡി ഉള്ളത്, സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറയുന്നു. ഈ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1995 അവസാനമായി അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ള വഖഫ് നിയമം വഴിയാണ് നമ്മുടെ നാട്ടിലെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ നിയമത്തിൽ 40ഓളം ഭേദഗതികൾ വരുത്തണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ
ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. 40 ചർച്ച ചെയ്യുകയല്ല, നേരെ മറിച്ച് അതിൽ കൽപ്പിത സ്വത്തുക്കൾ വഖഫായി പരിഗണിക്കുകയില്ല എന്നുള്ളതാണ് വരുത്തുന്ന ഒരു അമെൻമെൻ്റ് എന്ന് പറയുന്നത്. കൽപ്പിത സ്വത്ത് എന്ന് പറഞ്ഞാൽ വഖഫ് ശരിക്ക് രേഖയായി തന്നെ വരണം എന്നില്ല. വാമൊഴിയായി ഒരാൾ എൻ്റെ സ്വത്തിങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ പരിഗണിച്ച് കാലങ്ങളായി രേഖകളില്ലാതെ ആരാധനാലയങ്ങളും മറ്റ് ധർമ്മസ്ഥാപനങ്ങളും എല്ലാം നടത്തി വരുന്ന വഖഫ് സ്വത്തുക്കളുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് ഏക്കർ കണക്കിന് സ്ഥലം ആ രൂപത്തിലുണ്ട്. അതൊന്നും വഖഫ് സ്വത്തായി പരിഗണിക്കുകയില്ല. അത് ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തത്. മറ്റൊന്ന്, വഖഫ് ബോർഡിൻ്റെ CEO മുസ്ലിം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനാണ്, എവിടെയാണ്, എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ എന്തുകൊണ്ടാണ് വഖഫ് സ്വത്തിൻ്റെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യഥാർത്ഥ മുസ്ലിമുകൾ തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വഖഫ് ഭൂമിയിൽ അധികവും ആരാധനാലയങ്ങളാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നടത്തിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമ സ്വലാത്ത വ ആത സക്കാത്ത്. പള്ളിയുടെ പരിപാലനം, പള്ളികളുടെ ആരാധനാലയങ്ങളുടെ പരിപാലനം നടത്തുന്നവർ ആരായിരിക്കണം, അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവനായിരിക്കണം. വ അഖാമസ്വല, നമസ്കാരം നിർവഹിക്കുന്നവനായിരിക്കണം. ഇത് പള്ളി കമ്മിറ്റിക്കും ബാധകമാണ് കേട്ടോ ഈ ആയത്ത്. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരിക്കുകയും എന്നാൽ നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്നതിന് പറ്റൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വ അഖാമസ്വല, നമസ്കാരം നിർവഹിക്കുന്നവനായിരിക്കണം. വ ആത സക്കാത്ത് നൽകുകയും ചെയ്യുന്നവനായിരിക്കണം. വലം യഖ്ഷ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നവൻ ആകാനും പാടില്ല എന്നുള്ളതാണ്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. കാരണം അത്രമേൽ പവിത്രമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഇത് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാനും ആ മതം പ്രചരിപ്പിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും വേണ്ടി ഉള്ള അവകാശവും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശങ്ങളും എല്ലാം അവന് വകവെച്ച് നൽകുന്നതിൻ്റെ ഭാഗം കൂടിയാണിത്. അത് അവർ തന്നെ ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതുമാണ്. നമ്മുടെ നാട്ടിലുള്ള മറ്റ് വിവിധ മത വിഭാഗങ്ങൾക്ക് അവരുടേതായ വസ്തുവകകൾ സംരക്ഷിക്കുന്ന ബോഡികളിൽ അവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമവ്യവസ്ഥയുമുണ്ട്. അതങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അതിന് ഈ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ മതി. ബാബരി മസ്ജിദും ഗ്യാൻവാപിയും തുടർന്ന് ഇങ്ങോട്ട് ഇനി ഈ രൂപത്തിൽ കൽപ്പിത ഭൂമിയിൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഒന്നുമില്ലാതെ തന്നെ അത് അവിടെ നിന്ന് മാറ്റാനുള്ള ഈ രൂപത്തിലാണ് ആളുകളുടെ ചിന്തയും ഒക്കെ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വിശ്വാസികൾ എന്ന നിലക്ക് ഒരു നാട്ടിൽ അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം തന്നെ നാട്ടിൽ മതങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാകാതെ സാഹോദര്യത്തോടു കൂടി ഒരു നാട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇത്തരം നീക്കങ്ങളെ ശക്തമായി വിശ്വാസികൾ എതിർത്തു പറയുന്നതും അതിനെതിരെയുള്ള സമരങ്ങളിൽ കണ്ണികളാകുന്നതും. ആ രൂപത്തിൽ നമ്മുടെ പ്രദേശത്ത് ലജനത്തുൽ മുഹമ്മദിയയുടെ കീഴിൽ ഈ വരുന്ന വെള്ളിയാഴ്ച 28-ാം തീയതി EMS സ്റ്റേഡിയത്തിൽ നിന്ന്
ആരംഭിച്ച് വൈകുന്നേരം EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് നഗരചത്തുരത്തിൽ അവസാനിക്കുന്ന രൂപത്തിൽ ഒരു പ്രതിഷേധ റാലിയും സംഗമവും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. നമ്മളതിൻ്റെ ഭാഗമാകണം എന്ന് അറിയിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ അറിഞ്ഞു ആ നന്മയുടെ വക്താക്കളായി അതിൻ്റെ പ്രചാരകരായി മാറുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മനസ്സോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി, നല്ല ലക്ഷ്യത്തോടുകൂടി, നല്ല ആസൂത്രണത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാനും ആ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു അണുപോലും നഷ്ടപ്പെടുത്താതെ നാളെ പരലോകത്ത് ഇരട്ടിയായി പുണ്യം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ അകന്നുപോയ ബന്ധങ്ങളുടെ കണ്ണികൾ നാഥൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് വിളക്കി ചേർക്കുമാറാവട്ടെ. അതിനുള്ള മനസ്സ്, അതിനുള്ള പ്രാർത്ഥന, അതിനുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വ അജിർ